നമസ്കാരം. ലോകം സദാ നിരീക്ഷണത്തിലാണ് 24 മണിക്കൂറും. പല രാജ്യങ്ങളിലും വ്യക്തി സ്വകാര്യത മൗലിക അവകാശമാണ്. എന്നാൽ നിരീക്ഷണ ക്യാമറ കണ്ണിന് മുന്നിൽ മനുഷ്യന് സ്വകാര്യത എന്നൊന്നില്ലാതായിരിക്കുന്നു. നിങ്ങൾ സദാ നിരീക്ഷണത്തിലാണെന്ന പേടിയിലാണ് ലോകം. നിരീക്ഷണ ക്യാമറയുടെ വിവരങ്ങൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നത് വാർത്തയും വിവാദവുമൊക്കെ ആകാറുണ്ട്. എന്നാൽ സൗദി സർക്കാർ ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു. രാജ്യത്തെ സുരക്ഷാ നിരീക്ഷണ ക്യാമറകളുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നാണ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. CCTV ക്യാമറകളിലെ റെക്കോർഡിംഗുകൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുകയോ അവ മാധ്യമങ്ങളിലോ സാമൂഹിക മാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്യാമറകളിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ നിയമവിരുദ്ധമായി കൈമാറുകയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്താൽ 20,000 സൗദി റിയാൽ അല്ലെങ്കിൽ ഏകദേശം 4,56,498 ഇന്ത്യൻ രൂപ പിഴയായി ഈടാക്കും. റെക്കോർഡ് ചെയ്ത രേഖകളുടെ കാര്യത്തിൽ മാത്രമല്ല ഇത്. ക്യാമറകളും അതിലെ വിവരങ്ങളും തകരാറിലാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താലും 20,000 റിയാൽ പിഴയായി നൽകേണ്ടി വരുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ നിരീക്ഷണ ഉപകരണങ്ങളോ റെക്കോർഡിങ്ങുകളോ കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഗൗരവമേറിയ കുറ്റകൃത്യമായി തന്നെ കണക്കാക്കും. നിയമം അനുശാസിക്കുന്ന സാങ്കേതിക സവിശേഷതകൾ പാലിക്കാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾക്കും അത് സ്ഥാപിച്ച വ്യക്തിയിൽ നിന്ന് 500 റിയാൽ പിഴയായി ഈടാക്കും. നിയമത്തിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും ഉപകരണത്തിനും 1000 റിയാൽ പിഴയായി ചുമത്തും. 2022 ഒക്ടോബർ 3 പ്രാബല്യത്തിൽ വന്ന സുരക്ഷാ നിരീക്ഷണ ക്യാമറകളുടെ ഉപയോഗം സംബന്ധിച്ച നിയമം സ്വകാര്യ റെസിഡൻഷ്യൽ യൂണിറ്റുകളിലും കോംപ്ലക്സുകളിലുമുള്ള ക്യാമറകൾക്ക് ബാധകമാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ സുരക്ഷാ പ്രസിഡൻസിയുടെയോ അംഗീകാരത്തോടെയോ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലോ യോഗ്യതയുള്ള അന്വേഷണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരമോ അല്ലാതെ സുരക്ഷാ നിരീക്ഷണ ക്യാമറ റെക്കോർഡിംഗുകൾ കൈമാറുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ നിയമം നിരോധിക്കുന്നുണ്ട്. പ്രത്യേക സംഭവത്തെക്കുറിച്ച് കേസോ അന്വേഷണമോ നടക്കുന്ന പക്ഷം അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട CCTV ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അവ യാതൊരു മാറ്റവുമില്ലാതെ തുടരുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം റെക്കോർഡിംഗുകൾ നിലനിർത്തേണ്ടത്. ബന്ധപ്പെട്ടവരുടെ അഭ്യർത്ഥന പ്രകാരം റെക്കോർഡിംഗുകൾ ആഭ്യന്തര മന്ത്രാലയത്തിനോ പ്രസിഡൻസി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിക്കോ കൈമാറണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. നിശ്ചിത സംഭവത്തിന്റെ അന്വേഷണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ക്യാമറകളിലെ രേഖകൾ നിലനിർത്തിയിരിക്കണം. ക്യാമറകളിലെ രേഖകൾ ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റിയോ ആവശ്യപ്പെട്ടാൽ നിർബന്ധമായും നൽകിയിരിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ തടവിലായ ലോകം നിരീക്ഷണത്തിലാണെന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അത് അനിവാര്യമായ ഒരു ദിവസമാറ്റമാണ്. എന്നാൽ മാറ്റം കൊണ്ടുവരുന്ന സാങ്കേതിക വ്യക്തി സ്വകാര്യത സംരക്ഷിക്കുന്ന കാര്യത്തിലും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.